ഗെയ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിതാ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിക്കാണ് കേട്ടോ. 10 ദിവസം കൊണ്ട് നമ്മൾ ഈ വയറൊക്കെ ഇടിഞ്ഞ് തൂങ്ങി കൊഴുപ്പുകളൊക്കെ എങ്ങനെ പോകുകയാണ്, ഞാൻ ചെയ്ത ഡയറ്റും ഞാൻ ചെയ്ത എക്സസൈസും കാണിച്ചു തരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ തടിയൊക്കെ മെൻഷൻ ചെയ്ത് പോകാനും തടി ഉണ്ടെങ്കിലും ഈ വയറിനെയും കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ഫാമിലി, ഒത്തിരി വീട്ടമ്മമാരുണ്ട്. ഈ ഒരു വയറ് പ്രശ്നത്താൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര്, ഞാനടക്കം ബുദ്ധിമുട്ട്. പക്ഷെ എൻ്റെ വയറ് എനിക്ക് പുറത്തേക്ക് ചാടിയാലും അത് ഉള്ളിലോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു ഡയറ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനൊക്കെ ഒരു മാസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വയറിന് ഇവിടെ ഈ വയറ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കാണത്തില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ശരീരം. കാരണം ഞാൻ ഫുഡിനനുസരിച്ചിട്ടാണ് എൻ്റെ വയറ് ഇങ്ങനെ കേട്ടോ. ഞാൻ 3 പ്രസവിച്ച ഇത്രയും തടിയിൽ എനിക്ക് ഇത്രയേ ഉള്ളു വയറ്. അതാ ശരിക്കും നോക്കി അതാ. അപ്പൊ ഈ വയറും ഇവിടെ വരുന്നേ ഈ എന്താ ഇവിടെ ഇങ്ങനെ വരൂലേ ഒരു സംഭവം, എന്തായാലും പറയുക, ചുളുവായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും ചില സ്ത്രീകളത്. അങ്ങനെ കണ്ടിട്ടുണ്ടാ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കും ചില സ്ത്രീകളെ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ ഇട്ടിട്ടാ. അതൊക്കെ പോകാനുള്ള എക്സസൈസാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഈ കയ്യിൻ്റെ മസിലൊക്കെ ഒരുപാട് മസിലിനെ കുറിച്ച് ടൈറ്റായിട്ട് ചുരിദാറൊന്നും കൊള്ളത്തില്ല, അങ്ങനത്തെ വിധത്തിലായിരുന്നു എൻ്റെ ശരീരം. കാരണം എനിക്ക് ഈ ശരീരം ഇങ്ങനെ തന്നെ വേണം. ഈ കൈ കൊള്ളണില്ല, കൈ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് കൈ കൊള്ളണില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അപ്പം അതിനൊക്കെ ഉള്ളൊരു എക്സസൈസാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ വീട്ടമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ട് വയറിനെ കുറിച്ചിട്ട് ആ വയറിനെ കുറിച്ചിട്ട് 10 ദിവസം വെറ്റ് വെക്കാനാണ്. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ വയറ് ഉള്ളിലോട്ട് ആക്കാൻ സാധിക്കും കേട്ടോ. പക്ഷെ ഡയറ്റും കൂടി ചെയ്താലോളൂ ഓക്കെ. ഞാൻ ഡയറ്റ് ചെയ്യണില്ല, അതാണ് ഇങ്ങനെ കേട്ടോ. എന്നാലും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സസൈസ് ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ അടിച്ചൊന്നും 1 ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. 1 ഗ്ലാസ് വെള്ളം കുടിക്കും. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അറിയാലോ. തൈറോയ്ഡ് ഉണ്ട് എനിക്ക്. തൈറോയിഡിന്റെ ഈ ഒരു ഗുളിക കഴിക്കും. കൂടെ ഞാനിതാ ഈ ഒരു സംഭവം, ഒരു ഗ്രീൻ ടീ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഈ ഗ്രീൻ ടീനെ അങ്ങ് മുക്കിയിട്ട് അത് ആ ഗുളികയും കുടിച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ ഞാൻ ഈ എക്സസൈസ് ചെയ്യും. 1/2 മണിക്കൂർ ഫുഡ്, ആ ഗുളിക കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. പക്ഷേ എനിക്ക് തടി ഓവറായി തോന്നുന്ന ആ 10 ദിവസം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ചെയ്യാറില്ല. അങ്ങനെയും കൂടി അത് നമ്മളെ തടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഡെയിലി തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഒരു മാസത്തിൽ ഒരു 10 ദിവസം ചെയ്താൽ മതി. പിന്നെ അടുത്ത മാസം ഒരു 10 ദിവസം. എന്നാലും ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യണേ. എനിക്ക് ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. അതൊക്കെ ഭയങ്കര ഇങ്ങനെയുള്ളൊരു സംഭവം അതൊക്കെ കുറച്ച് പറഞ്ഞു. അത് ആ ഒരു സംഭവത്തിനാണ് മൂലമാണ് കേട്ടോ. ഞാൻ തൈറോയ്ഡ് ഉള്ള കാരണമാണ്. ചെറുതായിട്ട് തൈറോയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എക്സസൈസിലേക്ക് പോകട്ടോ. എക്സസൈസ് ഞാൻ ചെയ്യുന്ന എക്സസൈസ് 10 ദിവസം കൊണ്ട് നിങ്ങളെ തടി നിങ്ങൾക്ക് സ്ലിം ആക്കാൻ കൊണ്ടുവരും. ഡയറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ വെറ്റ് വെക്കട്ടോ. ആ ലിപ്റ്റോണിൻ്റെ 1 ഗ്ലാസ് വെള്ളം, അത് 1 മാസത്തിനുള്ള വാങ്ങുക. അത് രാവിലെ മോർണിംഗിലൊന്നും കഴിക്കുക. പിന്നെ എക്സസൈസ് എങ്ങനെയെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഈ കയ്യില്ലേ മേപ്പെട്ട് ഇങ്ങനെ വയറിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഒരു 30 പ്രാവശ്യം കേട്ടോ. 30 പ്രാവശ്യം അങ്ങനെ. പിന്നെ ഇങ്ങനെ കൈ പിടിക്കട്ടെ. ഈ കൈയിൻ്റെ ഈ മസില് ഇവിടുത്തത് ഒക്കെ കൊഴുപ്പൊക്കെ പോകും കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് മുപ്പത് പ്രാവശ്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 2 തോളിൽ ഇങ്ങനെ കൈ വെക്കുക. കാണുന്നുണ്ട് നിങ്ങൾക്ക്? 2 തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് വയറിങ്ങനെ ഉള്ളിലോട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ 30 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനും ആരക്കെടുത്താലും ഞാൻ ചെയ്യാൻ പറ്റാം. അത് കഴിഞ്ഞിട്ട് ഈ കയ്യില്ലേ ഇങ്ങനെ
ഈ കൈ നമ്മൾ ചാടിനനുസരിച്ച് കൈ ഇങ്ങനെ ആവണം കേട്ടോ. കാലിങ്ങനെ വിടർത്തും വേണം. കാലിങ്ങനെ നമുക്ക് വയറ് വെറുക്കാനുള്ളൊരു ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ മുക്കും. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇടങ്ങേറുണ്ടാവില്ല. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഇടങ്ങേറില്ല. ഡെയിലി ചെയ്യാതെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാണെന്നുവെച്ചെങ്കിൽ നല്ല ഇടങ്ങേറുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൈയില്ലേ, ഈ കൈയിന് ഇങ്ങനെ 30 പ്രാവശ്യം, ഇങ്ങനെ 30 പ്രാവശ്യം, പിന്നെ ഇങ്ങനെ 30 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളെ തടിയും നിങ്ങളെ ഷേപ്പും ശരിയായിട്ടില്ലെങ്കിൽ എന്നോട് പറയാം. എൻ്റെ ഇതിൽ കമാൻഡ് കൂടി വരും. എനിക്ക് അത് ശരിയായിട്ടുണ്ട്. ഇനി ഓരോരുത്തരെ വർക്കിങ് ചെയ്യുന്നതിന് പോലെ കേട്ടാ. ഞാനത് എൻ്റെ കയ്യിൻ്റെ മസിലൊക്കെ ഒരുപാടായിട്ട് 4XL ആയിരുന്നു എൻ്റെ ഡ്രസ്സ്. XXL 3XL പോയി 4XL ആയി. 4XL ആയപ്പോൾ ഇതിപ്പോൾ എന്താ തടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കൊള്ളുന്നി. പിന്നെ ഇവിടെയൊക്കെ തൂങ്ങിയിട്ടായിരുന്നു. ആ തൂക്കമൊക്കെ പോയി. ആ തൂക്കം പോയി. പിന്നെ ഈ ഡിക്കിയിലൊരു ഇതുണ്ടായിരുന്നു. ഡിക്കിൻ്റെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കൊഴുപ്പ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി. നല്ല ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മൾ ജിമ്മിലൊക്കെ പോയ കാശ് കൊടുത്ത് ചെയ്യുന്ന സാധനം വീട്ടിൽ തന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ഒരു 30 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ നിങ്ങൾ സ്ലിമ്മായി 100%. 90 എനിക്ക് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ തൈറോയിഡും ഉള്ള വ്യക്തിയാണ്. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തൈറോയിഡൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും അത് ഓക്കെ ആവും. പിന്നെ വേറെ ഒരു റെസിപ്പിയും കൂടി ഉണ്ട്. PCDO ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത്. അവർക്കും ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് PCOD ഒന്നും ഇല്ലാതെ നോർമലാവും. കൂടെ അവർക്ക് മാസം റെഗുലറായിട്ട് പീരിയഡ് വരാനും സഹായിക്കും. അതിന് 1 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉലുവ, കുറച്ച് ഓമം, പിന്നെ കരിഞ്ജീരകം നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. അതൊരു 10 ദിവസം കേട്ടോ. 10 ദിവസം അത് നമുക്ക് പീരിയഡ് ആവുന്ന ആ ടൈം നോക്കിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂ കുടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ 3-ാമത്തെ ദിവസം ഇത് കുടിക്കുന്നതിന് 3-ാമത്തെ ദിവസം പീരിയഡ് ആവുകയും ചെയ്യും. പിന്നെ എക്സസൈസും വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹെൽത്തി ആയിട്ടുള്ള ശരീരം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സുകൾക്കും ഇതുപോലെ ആരോഗ്യമായിട്ടുള്ള ശരീരം കിട്ടണമെന്ന്. എനിക്ക് ആരോഗ്യം ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ അഹങ്കരിക്കല്ല കേട്ടോ. എനിക്ക് ആരോഗ്യം എന്ന് പറഞ്ഞാൽ എണിച്ച് നടക്കാത്ത ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. ഇത് ചെയ്യാത്ത ദിവസം ടയേർഡായിട്ട് ഉറങ്ങി പിടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്നും ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും ബൈ.